ഓണം വന്നു ചേട്ടാന്ന് പറഞ്ഞോടുകൂടി വണ്ടി വന്ന് നിന്ന് നമ്മുടെ തൃശ്ശൂർ പുളിമൂട്ടിൽ സിൽസിൻ്റെ തൊട്ട് താഴെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു അടിപൊളി ഓണാശംസകളോട് കൂടി നമ്മളിതാ പുളിമൂട്ടിൽ സിൽസിൻ്റെ അകത്തേക്ക്. ഞങ്ങളെ മൂന്നെണ്ണത്തിനെ കണ്ടത് പേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ഡോർ ദേ തന്നെ തുറന്നു. ഞങ്ങളെ കണ്ട വഴിക്ക് ദേ വരുന്നു അവിടുത്തെ ചേച്ചി. മക്കളെ എന്തുട്ടാ വേണ്ടേ? ഭാര്യ പറഞ്ഞു എനിക്കൊരു സാരി വേണം ചേച്ചിന്ന്. ചേച്ചി പറഞ്ഞു നേരെ 3-ാം നിലയിലേക്ക് വിട്ടോളം പറഞ്ഞു. ഒന്നും നോക്കിയില്ല, പറക്കുന്ന പ്ലെയിനെ ഓടി കയറി ലാൻഡ് ചെയ്തതേ 3-ാം നിലയിൽ. ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലെന്ന് പറഞ്ഞ പോലെ ചേച്ചി ദേ അവിടെ നിന്ന് സെറ്റ് സാരി എല്ലാം കാണിച്ചു കൊടുത്തു. മോൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ഭാര്യ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കി അവസാനം ഒരു തീരുമാനത്തിലെത്താത്ത സ്ഥിതിക്ക് എന്നെ അങ്ങോട്ട് വിളിച്ചു. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. എനിക്കാണെങ്കിൽ ഇതിന് ഭയങ്കര പരിചയം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് കൊള്ളാടി ഇത് കൊള്ളാടി എന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് പോയെന്നും പറഞ്ഞ് എൻ്റെ ഭാര്യ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇത് വേണോ അത് വേണോ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരുന്നു. താഴെയിട്ട സാരികളൊന്നും തന്നെ പിടിക്കാത്ത കാരണം ചേച്ചീനെ വീണ്ടും നോക്കി. ചേച്ചി ഇതൊന്നും പറ്റില്ല. നേരെ നോക്കിയപ്പോൾ ദേ അലുവാടിക്ക് വെച്ച പോലെ സാരികൾ നിറച്ച്. ഞാനൊന്ന് നോക്കിയപ്പോൾ കണ്ടത് ട്രാഫിക് ലൈറ്റിലെ ലൈറ്റുകൾ കത്തിക്കെടുക്കുന്ന പോലെ എല്ലാവിധ കളറുകളും. ഞാൻ പറഞ്ഞു ആ കളർ എടുത്തോടി ഈ കളർ എടുത്തോടി എന്നും പറഞ്ഞു. അങ്ങനെ ഒരെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഭാര്യ ഒന്നും നോക്കിയില്ലേ, അത് പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഇനി അതിന് കൂടെ തയ്ക്കാനായിട്ടൊരു ബ്ലൗസ് വേണം. ബ്ലൗസ് വേണാനായിട്ട് വീണ്ടും ഇറങ്ങണം. അപ്പോൾ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ലിഫ്റ്റ് ഇപ്പോൾ കാലിയല്ല എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ഞങ്ങളിതേ സ്റ്റെയർ കേസ് ഇറങ്ങി. ഭാര്യേനെ പിന്നെ കണ്ടില്ല. ബ്ലൗസ് എടുക്കാൻ വേണ്ടി ഭാര്യ പോയ ഒറ്റ പോക്കിൽ പിന്നെ ഭാര്യനെ കാണാതായി. ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ സ്ത്രീകളെ ഇതേപോലെ കാണാതാവുമെന്ന് ഞാൻ ഇന്നലെ പഠിച്ചു. അങ്ങനെ വൈഫ് ഇതേ തപ്പി ഇതേ ബ്ലൗസും തിരഞ്ഞെടുത്തു. സാരിയോട് മാച്ചായ കളറ്. എനിക്കിത് ചെസ് ബോർഡായിട്ടാണ് തോന്നിയത്. ഭാര്യ എന്നെ ഓടിച്ചു. അടുത്തോഴം എനിക്കായിരുന്നു കിട്ടിയത്. ഭാര്യയ്ക്കൊരു നിർബന്ധം സാരിയുടെ അതേ കളറിൽ തന്നെ ആയിരിക്കണം എൻ്റെ ഷർട്ടൊന്നും. ഞാൻ പെട്ടുപോയി. ചേട്ടനെ വിളിച്ചു. ചേട്ടാ എനിക്കിതേ ഈ കളറിലൊരു ഷർട്ട് വേണം. ചേട്ടൻ എൻ്റെ നിന്ന് സാരിയും വാങ്ങിയതേ അന്വേഷിച്ച് നടക്കുന്നു. ഷർട്ട് എടുക്കാനായിട്ടുള്ള പങ്കപ്പാട്. ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി വളരെ വിലക്കുറവുള്ള ഷർട്ട് മതിയെന്നും പറഞ്ഞു. ചേച്ചി എന്നോട് കൊണ്ടു നിർത്തിയത് സ്വർണ്ണക്കടയിലാണെന്നാണ് തോന്നുന്നത്. ഷർട്ടിൻ്റെ വില കേട്ടതോടുകൂടി എൻ്റെ ഒരു കിളി ഒരു സൈഡിൽ കൂടെ പോയി. പിന്നെ പുളിമൂട്ടിലെ ഷർട്ടിൻ്റെ വില കേട്ടപ്പോൾ എന്നിലെ മലയാളി ഉണർന്നു. ആ വിലയ്ക്ക് 3 ഷർട്ട് കിട്ടാവുന്നതായി എൻ്റെ തീരുമാനം. ഒന്നും നോക്കിയില്ല, കിട്ടിയത് മതിയെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. നേരെ പോയി സാരിയും ബ്ലൗസുമായിട്ട്. അവിടെ ചെന്ന് നോക്കി എന്തായാലും വന്നതല്ലേ എന്നും പറഞ്ഞ് പുളിമൂട്ടിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. എല്ലാത്തിനും നല്ല വില. ഒന്നും നോക്കിയില്ല, നേരെ ബില്ലടിച്ചു. അവിടെ നിന്നും ചാടി ഇറങ്ങി നമ്മുടെ സാരഥീനതയെ നമ്മളെ സൈഡിൽ ഒതുക്കിയിട്ടു. അവിടെ ഒരു 30 രൂപ പാർക്കിംഗ് ഫീസും കൊടുത്തു. ചേട്ടനോട് പറഞ്ഞു ദിപ്പ വരാമെന്നും പറഞ്ഞു. പിന്നെ അങ്ങോട്ടൊരു നടത്തമാണ്. റൗണ്ട് മുഴുവൻ ഞങ്ങളൊന്ന് കറങ്ങി. നമ്മളവിടെ വണ്ടി നിർത്തി നമ്മൾ നേരെ നടന്നത് നമ്മുടെ വില കുറവുള്ള സ്ഥലത്തേക്കാണ്. ഈ സമയത്ത് നമ്മളിങ്ങനെ നടക്കും ഭയങ്കര സുഖമാണെങ്കിലും അത്ര വലിയ സുഖമൊന്നും നമുക്ക് തോന്നിയില്ല. കുറച്ച് നേരത്തെ നടന്നതിന് ശേഷം ഇതാ വരുന്നു നമ്മുടെ വിശപ്പിൻ്റെ വിളി. ഒന്നും നോക്കിയില്ല, അടുത്തുള്ള ഒരു ജ്യൂസ് കടയിൽ കയറി. ചേട്ടാ ഒരു ജ്യൂസും വേണം, തിന്നാൻ എന്തെങ്കിലും വേണമെന്നും പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ക്രീം ബണ്ണ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, എന്നൊരു ക്രീം ബണ്ണ് പോരട്ടെ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കഴിച്ചില്ല. എനിക്ക് വിശപ്പിൻ്റെ വിളി അത്രയ്ക്ക് അങ്ങോട്ട് വരാത്ത കാരണം ഞാനൊരു ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. അങ്ങനെ 2 പേരും എന്ത് ചെയ്യുക അവിടെ നിന്ന് ക്രീം ബണ്ണും ജ്യൂസും കുടിച്ച് വിശപ്പാറ്റിയിട്ട് ഇനി മതി പർച്ചേസിനായി. അത് കഴിഞ്ഞ് നമ്മളിതാ ഇനി വില കുറവിൻ്റെ സ്ഥലത്തേക്ക്. എൻ്റെ ഊഴം കഴിയാത്തത് കാരണം ഞാൻ നമ്മുടെ എല്ലാം ടണ്ണിൽ കയറി. അവിടെയാണെങ്കിൽ എല്ലാം 500 രൂപയുള്ളൂ. ഷർട്ടുകൾക്കെല്ലാം 500. ഞങ്ങൾ 2-3 പേരും കൂടെ അതേ മത്സരിച്ച് തപ്പി. ഞങ്ങൾക്ക് അവസാനം ഞങ്ങളുടെ ഡ്രസ്സിനോട് ഈ മാച്ചായ ഷർട്ട് കിട്ടി. അങ്ങനെ 500 രൂപയ്ക്ക് ഷർട്ട് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ 3 പേരും ചെയ്യും അവിടെയുള്ള ചേട്ടന്മാർക്ക് ഓണാശംസകളും പറഞ്ഞ് ഇറങ്ങിയിട്ടോ. ഇനി അടുത്ത വർഷം കാണാമെന്നും പറഞ്ഞ് എല്ലാം ടണ്ണിനോട് പറഞ്ഞ് പോന്നു. പിന്നീടാണല്ലോ എൻ്റെ മലയാളി വീണ്ടും ഉണർന്നു. ചിലവില്ലാത്ത കാര്യങ്ങൾ എന്തും ചെയ്യാൻ നമുക്കൊരു മടിയില്ലല്ലോ. ഭാര്യ പറഞ്ഞു എന്തായാലും വന്നതല്ലേ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, നമുക്ക് നടക്കാം. ഒന്നും നോക്കിയില്ല, നമ്മുടെ തൃശ്ശൂർ പ്ലാറ്റ്ഫോമിലൂടെ ഒരു നടത്തം. ഒരുപാട് കടകളും ഒരുപാട് ആൾക്കാരും ഇടയിലൂടെ നമ്മൾ ക്യാമറയും തൂക്കിപ്പിടിച്ച് നടന്നു. അതിമനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്ക് ചുറ്റിലും ഉണ്ടായിരുന്നത്. കാശലവില്ലാത്തത് കൊണ്ട് തന്നെ ആസ്വദിച്ച് അങ്ങോട്ട് കണ്ടു. ഒരുപാട് കടകളും ഒരുപാട് ഡ്രസ്സുകളും മാത്രം തന്നെ ആയിരുന്നു. ഓണമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡ്രസ്സുകൾക്കാണ് മുൻതൂക്കം. അതുപോലെ തന്നെയാണ് എല്ലാവിധ ഐറ്റംസും കടകളിലുള്ളത് കൂടുതൽ പ്ലാറ്റ്ഫോമിൽ നിരന്നിട്ടുണ്ട്. നിസ്സാര വിലകളിലാണ് ഓരോ സാധനങ്ങളും നിരത്തി വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ വാങ്ങാൻ തോന്നുമെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്തത് കാരണം ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. മനുഷ്യ നിങ്ങൾ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ ഒരു സൈഡിലെ കാഴ്ച കാണാൻ ഭാര്യ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പോയപ്പോൾ ഒരു സൈഡിലെ കാഴ്ചകൾ തന്നെ കണ്ടു. അവിടം വരെ പോയി നേരെ തിരിച്ചു. ആൾക്കാർ വിചാരിച്ച് ഇവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേന്ന്. നമുക്കല്ലേ അറിയുള്ളൂ നമുക്കിത് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് വേറെയാണെന്ന്. നമ്മൾ മലയാളികളല്ലേ, നമുക്ക് വെറുതെ കിട്ടുന്ന കാഴ്ചകൾ നമ്മൾ കളയില്ലല്ലോ. അടിപൊളി ഒരു കാഴ്ച വിസ്മയം തന്നെയായിരുന്നു പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സൈഡിലെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി മറു സൈഡ് കടക്കാനുണ്ട്. ഭാര്യ പറഞ്ഞു അതും കൂടെ കണ്ടിട്ട് ഇന്ന് പോകണുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഒരു ഭാഗത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോവേണ്ടത് തൊട്ടപ്പുറത്തേക്ക്. നേരെ റോഡിൻ്റെ അടിയിലോട്ട് ഒരു നടത്തം. റോഡിൻ്റെ അടിയിലൂടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഇതുപോലെ തന്നെ അവിടെയും കാഴ്ചയുടെ ഒരു വിസ്മയം തന്നെയുണ്ട്. ഭാര്യ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, വേറെ ചാടി കടന്നതേ സ്ഥലം ഇപ്പുറത്തേക്ക്. ഇവിടെ നിന്നും നോക്കിയാൽ തൃശ്ശൂർ കോർപ്പറേഷൻ മുഴുവനായി കാണാം. ഇവിടെ പ്ലാറ്റ്ഫോം കച്ചവടക്കാർ വളരെ കുറവ്. കടകളായിരുന്നു കൂടുതൽ. കടകളിൽ ഒരുപാട് സാധനങ്ങൾ എല്ലാം തന്നെ ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ സാരികളും മുണ്ടുകളും എല്ലാം തന്നെ ഓണത്തിൻ്റെതായിരുന്നു. പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന
നടക്കുമ്പോൾ ചേട്ടന്മാരെല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട്. വായോ വായോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ വരാം. അതിനിടയിലാണ് ഭാര്യ ഗീത വില കുറവിന് കമ്മൽ കിട്ടുമെന്നും പറഞ്ഞ് എന്നെ അടുത്തേക്ക് ചെന്നു. വില ചോദിച്ചതോടുകൂടി കമ്മലിടണ്ടെന്നായി തീരുമാനം. 30 രൂപയ്ക്ക് പറഞ്ഞ കമ്മൽ ഇവിടെ ചോദിച്ചപ്പോൾ 55 രൂപ. ഭാര്യ പറഞ്ഞു ഇത് ഇത്തിരി കൂടുതലാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വേണ്ട. അടുത്ത ലക്ഷ്യം ജയ്ഹിന്ദ് മാർക്കറ്റിലേക്ക്. കുറച്ച് മുറിച്ചെടുക്കുന്ന തുണികൾ എടുക്കണം. ഇവിടെയാണ് ഏറ്റവും വില കുറവെന്നാണ് ഭാര്യയുടെ വാഗ്ദാനം. ഞാനൊന്നും പറഞ്ഞില്ല. എന്ന് ആയിക്കോട്ടെ എന്നായി. നേരെ പോയി ജയ്ഹിന്ദ് മാർക്കറ്റിനുള്ളിലേക്ക് ചെന്ന് കുറച്ച് തുണിത്തരങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് വാങ്ങി. ഇവിടെയും ഓണത്തിന്റെ തിരക്ക് തകർക്കുന്നു. ചെല്ലുന്ന കടയിലെല്ലാം ചേച്ചിമാരും ചേട്ടന്മാരും മാറി മാറി വിളിക്കുന്നു. വായോ. ഞങ്ങൾ പറഞ്ഞു വരാം. അവർക്ക് മനസ്സിലായി ഞങ്ങൾ വരില്ല എന്ന്. ഞങ്ങൾ ഉദ്ദേശിച്ച കടകളിലെത്തി. ഞങ്ങൾ ആവശ്യമുള്ള തുണിത്തരങ്ങളെല്ലാം തന്നെ എടുത്തു. എൻ്റെ ഊഴം കഴിഞ്ഞില്ല. കാരണം എനിക്ക് ഷർട്ട് എടുത്തപ്പോൾ മുണ്ട് കിട്ടിയിട്ടില്ല. കോട്ടൺ മുണ്ട് അന്വേഷിച്ച് 3-4 കടകൾ കയറി. അവസാനം എന്താ കടയിൽ എത്തിപ്പെട്ടു. അവിടെ ചെന്ന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നല്ലൊരു കോട്ടൺ മുണ്ട് വേണം, ഇല്ലെങ്കിൽ ഉടുത്തായിരിക്കില്ല എന്നായി ഭാര്യ. ഞാൻ പറഞ്ഞു ശരിയാണ് ചേട്ടാ, മുണ്ട് ഉടുത്തായിരിക്കില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു കോട്ടൺ മുണ്ട് എടുത്ത് ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക്. ഒരുപാട് സാരികളുടെ സെക്ഷനും ഇവിടെ തന്നെയുണ്ട്. ഭാര്യ അത് കണ്ടതോടുകൂടി ഒന്ന് തിരിഞ്ഞു. ഞാനും തിരിഞ്ഞു. നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടുകൾ. അങ്ങനെ ഇന്നത്തെ ഓണവിശേഷം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വാസത്തോടു കൂടി ബൈ.